18 നോക്കിയിട്ട് അതിനെ കേറ്റാൻ പറ്റിയില്ല. അവസാനം ഫയർഫോഴ്സിനെ വന്നു കേറ്റി വിട്ടു. നാട്ടുകാരെ ഓർത്തു ഞാൻ കിണറ്റിൽ വീണ അത്രയ്ക്ക് ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാടാ? ജിഷ്ണു അണ്ണ എന്നാ പിന്നെ സുനത്തിലും ചെയ്തു വെച്ച് തൊപ്പിക്കും വെച്ച് പള്ളിയിൽ വെച്ച് വെട്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള സാധനമാടാ ജിലേബി. ഷാനുബ്രോയുടെ ലൈവിൽ വരില്ലേ ഇത്? ആരാടാ? ഞാനാണോ? ഏതാടാ ജിഷ്ണു? അല്ല എടാ സാത്തു, മനസ്സിലായില്ല നീ പറഞ്ഞെന്താന്ന്. ഒന്നുകൂടെ പറഞ്ഞേ. സുന ഇല്ലാത്ത സങ്കടം അവന്മാരെ ഇന്ന് അറിയിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സാത്തു അണ്ണ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. ഷാനുബ്രോയുടെ ലൈവിൽ വരില്ലേ എന്ന് ചേച്ചി? ഉറപ്പായിട്ടും വരും മോനെ. ഞാൻ ഇന്നലെ വന്നായിരുന്നു, വന്നപ്പോ അത് കട്ടായി പോയടാ. ഞാൻ വന്നിരുന്നു, വന്നപ്പോഴത്തേക്കും ലൈവ് കട്ടായി. ഞാൻ ഇന്ന് ഉറപ്പായിട്ടും വരും. അവൻ എത്ര മണിക്കാണ് ഇടുന്നതെന്ന് ജിഷ്ണു എന്റെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ലൈവ് കട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ വരും, ഉറപ്പായിട്ടും വരും. ചേച്ചി ഷാനുബ്രോയുടെ ലൈവിൽ വരില്ലേ ഇന്ന്? ഉറപ്പായിട്ടും സാത്തു ഞാൻ വന്നിരിക്കും. ഞാൻ ഇല്ലാത്തോണ്ട് അവിടെ ഒരു പവർ ഇല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവിടുന്ന് പോയപ്പോ പവർ ഇല്ല. നിങ്ങൾ ഇവിടെ പവർ ആക്കൂ, ഞാൻ അവിടെ വരും. ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവും. വരുവടാ, ഡൺ. ഞാൻ വന്നിരിക്കും. ജിഷ്ണു ആണ്, അത്രയേ ഉള്ളൂ. ഇവനെയൊക്കെ എന്തോ ഇവനൊക്കെ സുന ഇല്ലത്തിന്റെ ദുഃഖം അറിയണം എന്ന് പറയുന്നുണ്ട്. മോനെ ഇന്ന് എന്തായാലും വരുവടാ, ഉറപ്പായിട്ടും വരും. 3 പേർക്കും വാക്ക് തരുമോ? ചേച്ചി വരും. ജിഷ്ണു, അബി, സാത്തു, ഇവര് 3 പേര് ഹാജരാകൂ. ഇവര് 3 പേരും ഇവിടെ ഉണ്ടോ? ജിഷ്ണു നീ പോയോ മോനെ? എന്നാലും കമന്റ് ഇട്ടേ. മൂക്ക് ചീറ്റി കളയാവുന്ന പ്രശ്നമേ ഉള്ളൂ, അത് വലിച്ചു നീട്ടുന്നതാണ് വലിയ പ്രശ്നമാകുന്നത്. ആണടാ, ആണാണ് ചേച്ചി പവർ. ഞാൻ ഡിയർ വാഷ്. ഓക്കെ എടാ ജിഷ്ണു മോനെ, നീ പറഞ്ഞാ മതിയെടാ ഷാനൂട്ടന്റെ ലൈവ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. ചേച്ചി വരും. ഇല്ല ചേച്ചി, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ പ്രസന്റ് ടീച്ചർ. ഓക്കെ, ഒരാളെ കിട്ടി. ജിഷ്ണു മോനെ നീ എവിടെ? ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ 2 പേരായി. അപ്പൊ സാത്തു നീ എവിടെ? ഞാൻ ഒരു ഗുണ്ട് തപ്പുമായിരുന്നു. എന്തുവാടാ? എടാ ഇന്ന് പവർ ഇല്ലടാ, ആളില്ലടേ. ഇന്നലെ ഈ സമയം ഞാൻ 8:30 9 മണിക്ക് മുമ്പ് 30 ലൈക്ക് ആക്കിയായിരുന്നു, ഇല്ലെങ്കിൽ 25 ലൈക്ക് ആക്കിയായിരിക്കും. ഇന്ന് 7 ലൈക്കിൽ നിൽക്കുകയാണ് ഞാൻ. എടാ പൂച്ചനെ കേറ്റിയിടാൻ ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ലായിരുന്നു. അത് ചീറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സങ്കടപ്പോഴാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. അവർ വന്ന് പൂച്ചയെ കയറ്റി വിട്ടു. എന്തുവാടാ സാധു? അതെ, മഴയൊക്കെ ആകുമ്പോഴേ നോക്കിക്കോണം കേട്ടോ. ചാറ്റ് ബോക്സ് കത്തിക്കാം എന്ന് പറയുന്നുണ്ട്. ജിഷ്ണു ആണ്, സൂക്ഷിച്ചു നോക്കൂ, വിഷമിക്കാതെ, താഴെ തന്നെ അത് കാണും, അവിടെ പോവാനാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മോൻ.